എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന വെണ്ടയ്ക്കയും തൈരും കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഇനി ഞാനിവിടെ ആക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയേ വേണ്ടൂ. 8 വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. വെണ്ടയ്ക്ക മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക ഞാനിങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാക്കാൻ ആവശ്യത്തിന് ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിനകത്തോട്ട് കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഉഴുന്ന്, 2-3 കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ കടുകൊന്ന് പൊട്ടിയിട്ടൊന്ന് ആവട്ടെ. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ അത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ, കണക്കല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വെണ്ടയ്ക്കയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയും വെണ്ടയ്ക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് തൈര് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി വെണ്ടയ്ക്കെല്ലാം മിക്സായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കണം.
വെണ്ടയ്ക്കയിൽ നേരത്തെ ഉപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് തൈരിൽ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇത് അതിനകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. വെണ്ടയ്ക്ക തോരനൊന്നും ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്